ആനന്ദ് മഹീന്ദ്ര വിമാനമുണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 16 വർഷമായി. സ്വന്തമായി വിമാനമുണ്ടാക്കുക മാത്രമല്ല, ഒരു കൊമേഴ്സ്യൽ വിമാനത്തിന് ആവശ്യമായ 1,20,000 ഇനം സ്പെയർ പാർട്സുകൾ ഉണ്ടാക്കി യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കയറ്റി അയക്കുന്നുമുണ്ട് ആനന്ദ് മഹീന്ദ്രയുടെ മഹീന്ദ്ര എയ്റോസ്പേസ്. ഒന്നും കാണാതെയല്ല, കഴിഞ്ഞ ദിവസം അതായത് 2024 ജനുവരി 10 എയർബസ് മഹീന്ദ്രയുമായി തന്ത്രപ്രധാന സ്പെയർ പാർട്സ് കരാർ ഒപ്പിട്ടത്. ആകാശത്ത് എന്തിനും പോന്നവരായി വളരുന്ന മഹീന്ദ്ര എയ്റോസ്പേസിന്റെ ചരിത്രവും വർത്തമാനവും അറിയാം. 2002 സുബ്രത റോയിയുടെ എയർ സഹാറ പറക്കാൻ തുടങ്ങിയത്. ടാറ്റയടക്കം കാശുള്ളവരെല്ലാം ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ രംഗത്ത് ഇറങ്ങി കളിക്കാൻ തുടങ്ങിയ സമയം. അന്നു മുതൽ ആനന്ദ് മഹീന്ദ്രയെ കാണുമ്പോൾ ബോംബെ ഫ്ലൈയിങ് ക്ലബ്ബിലെ സുഹൃത്തുക്കൾക്ക് ചോദിക്കാൻ എപ്പോഴും ഒരേ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ: എന്നാണ് ആനന്ദ് താങ്കൾ ഒരു എയർലൈൻ കമ്പനി ആരംഭിക്കുന്നത്? അല്ലെങ്കിൽ നഷ്ടത്തിലുള്ള ഏതെങ്കിലും ഒന്ന് വാങ്ങി പറപ്പിച്ചൂടെ? അദ്ദേഹത്തിന്റെ ഉത്തരം വ്യക്തമായിരുന്നു: ഞാൻ വിമാനം പറപ്പിക്കാനല്ല, ഉണ്ടാക്കാൻ പോവുകയാണ്, കാത്തിരുന്ന് കാണാം. നല്ല സമയത്തിനായുള്ള കാത്തിരിപ്പായിരുന്നു അത്. 2002 മഹീന്ദ്ര സ്കോർപിയോയുടെ ലോഞ്ച് കഴിഞ്ഞതേയുള്ളൂ. കമ്പനിയുടെ പ്രൊഫൈൽ ആകെ മാറി. ടാറ്റ ഗ്രൂപ്പ്, ആദിത്യ ബിർള എന്റർപ്രൈസസ്, അഹൂജ, ബിനാനി തുടങ്ങിയവ പോലെ ഇന്ത്യയിലെ ഒന്നാം കിട ബിസിനസ് ഗ്രൂപ്പുകൾക്കൊപ്പം മഹീന്ദ്ര പരിഗണിക്കപ്പെടാൻ തുടങ്ങി. 2002 മുതൽ 2006 വരെയുള്ള സമയം മഹീന്ദ്രയുടെ ഓട്ടോമൊബൈൽ ആൻഡ് സ്പെയർ പാർട്സ് സബ്സിഡിയറിയായ സിസ്റ്റക്ക് 800% വളർച്ച നേടി ഇന്ത്യയെ ഞെട്ടിച്ചു. ആനന്ദ് മഹീന്ദ്ര ഏത് പ്രൊജക്ട് പ്രഖ്യാപിച്ചാലും സാമ്പത്തിക വാഗ്ദാനങ്ങളുമായി ബാങ്കുകളുടെ കൺസോർഷ്യം മുംബൈയിലെ കമ്പനി ഹെഡ്ക്വാർട്ടേഴ്സിന് മുമ്പിൽ കാത്തുകെട്ടിക്കിടന്നു. കാത്തിരുന്ന സമയം അതായിരുന്നു. 2008 ഫെബ്രുവരി 8 മഹീന്ദ്ര ഗ്രൂപ്പിന് കീഴിൽ മഹീന്ദ്ര എയ്റോസ്പേസ് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തു. വിമാനങ്ങൾക്കുള്ള സ്പെയർ പാർട്സുകളുടെ നിർമ്മാണവും എഞ്ചിൻ റീമോഡലിംഗുമാണ് കമ്പനിയുടെ പ്രവർത്തനങ്ങളായി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകിയ രേഖയിലുണ്ടായിരുന്നത്. ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങിയ ആനന്ദ് മഹീന്ദ്രയ്ക്ക് എല്ലാം ഒന്നു മുതൽ തുടങ്ങേണ്ടിയിരുന്നു. കാരണം പ്രൈവറ്റ് സെക്ടറിൽ എയർക്രാഫ്റ്റും സ്പെയർ പാർട്സും നിർമ്മിക്കുന്ന അത്തരമൊരു കമ്പനി ഇന്ത്യയിൽ അന്നില്ല. സ്വയം വഴിവെട്ടേണ്ട അവസ്ഥ. എന്നാൽ അവർക്ക് മത്സരിക്കാൻ ഒരു കമ്പനി അപ്പോഴേക്കും ജനിച്ചിരുന്നു. മഹീന്ദ്ര എയ്റോസ്പേസ് തുടങ്ങിയ അതേ 2008 ടാറ്റ ഗ്രൂപ്പ് അവരുടെ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് എന്ന കമ്പനിയും രൂപീകരിക്കുന്നത്. എയർക്രാഫ്റ്റ് നിർമ്മാണം, മെയിന്റനൻസ്, റിസർച്ച് എന്നിവയിലാണ് ടാറ്റ ശ്രദ്ധിച്ചത്. തുടങ്ങിയ പാടെ ടാറ്റയ്ക്ക് വലിയൊരു കരാറും ഒത്തുകിട്ടി. അമേരിക്കൻ എയർക്രാഫ്റ്റ് മാനുഫാക്ചററായ സിക്കോർസ്കി എയർക്രാഫ്റ്റ് കോർപ്പറേഷന്റെ സിക്കോർസ്കി S-92 ഹെലികോപ്റ്റർ സൈനിക ആവശ്യത്തിനും അല്ലാതെയും ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിക്കാനുള്ള കരാർ. 2010 ഹൈദരാബാദിൽ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത് ടാറ്റ സിക്കോർസ്കി ഹെലികോപ്റ്ററിന്റെ പണി തുടങ്ങി. എന്നാൽ മഹീന്ദ്രയ്ക്ക് അങ്ങനെ ഒരു സ്വപ്നതുല്യമായ തുടക്കം ലഭിച്ചില്ല. എന്താണ് വേണ്ടതെന്ന് ആലോചിച്ചുറപ്പിക്കാൻ തന്നെ അവർക്ക് ഏറെ സമയം വേണ്ടിയിരുന്നു. ഇന്ത്യയിൽ പുതിയ പ്ലാന്റുകളോ നിർമ്മാണ ഏകോപനമോ ആരംഭിക്കുന്നതിന് മുമ്പ് തങ്ങൾക്ക് വേണ്ടത് ടെക്നോളജിയും വിഭവശേഷിയുമാണെന്ന് തിരിച്ചറിഞ്ഞ മഹീന്ദ്ര എയ്റോസ്പേസ് അത് ശേഖരിക്കാൻ ലോക മാർക്കറ്റിലേക്ക് ഇറങ്ങി. ആ അന്വേഷണം എത്തി നിന്നത് ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ മോർവെല്ലിലുള്ള ലട്രോബെ വാലി എയർപോർട്ടിലാണ്. ഓസ്ട്രേലിയയിലെ തന്നെ പാരമ്പര്യവും പെരുമയുമുള്ള ജിപ്സ്ലാൻഡ് എയറോനോട്ടിക് കമ്പനിയുടെ ആസ്ഥാനമാണ് ലട്രോബെ വാലി എയർപോർട്ട്. ഓസ്ട്രേലിയൻ മഹാസമതലങ്ങളിൽ ശേഷിയും കഴിവും തെളിയിച്ചിട്ടുള്ള ജിപ്സ്ലാൻഡ് GA-200, ജിപ്സ്ലാൻഡ് GA-8 എയർ 1 എന്നീ ചെറുവിമാനങ്ങളുടെ നിർമ്മാതാക്കളാണ് ജിപ്സ്ലാൻഡ് ഏവിയേഷൻ. മഹീന്ദ്ര ഈ കമ്പനിയുടെ 75.1% ഓഹരികളും വാങ്ങി സ്വന്തം കൈപ്പിടിയിലാക്കി. കമ്പനിയുടെ പേര് ജിപ്സ് എയ്റോ എന്ന് മാറ്റി. ഓസ്ട്രേലിയൻ വിമാന നിർമ്മാണ കമ്പനി കയ്യിൽ വന്നതോടെ മഹീന്ദ്ര തങ്ങളുടെ ആകാശയാത്രയുടെ 2ാം ഘട്ടം ആരംഭിച്ചു. അങ്ങനെ ഒരു ഇന്ത്യൻ കമ്പനിയുടെ ഉടമസ്ഥതയിൽ ആദ്യ സ്വകാര്യ വിമാനത്തിന്റെ നിർമ്മാണം ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിലുള്ള ജിപ്സ് എയ്റോയുടെ ഹാങ്ങറിൽ നിന്നും ആരംഭിച്ചു. ആനന്ദ് മഹീന്ദ്ര വാങ്ങുന്നതിന് മുമ്പ് ജിപ്സ്ലാൻഡ് വികസിപ്പിച്ച് വിജയകരമായി വിറ്റഴിച്ച GA-200 ഫാറ്റ്മാൻ, GA-8 എയർ 1 എന്നീ 2 വിമാനങ്ങളുടെ ഫീച്ചറുകൾ ഒരുമിക്കുന്ന ഒരു വിമാനം ഡിസൈൻ ചെയ്യാനാണ് ഓസ്ട്രേലിയൻ ഇന്ത്യൻ ഏവിയേഷൻ വിദഗ്ധരുടെ സംയുക്ത സംഘം സമയം ചിലവഴിച്ചത്. ജിപ്സ് എയ്റോ GA-10 എയർ 1 എന്നായിരുന്നു ഈ പുതിയ വിമാന മോഡലിന് പേര് നൽകിയത്. 2010 പ്രോട്ടോടൈപ്പിംഗും 2011 പരീക്ഷണ വിമാനവും തയ്യാറായി. 2012 മെയ് 5 ജിപ്സ് എയ്റോയുടെ GA-10 ആദ്യ പറക്കൽ നടത്തി. മഹീന്ദ്ര എയ്റോസ്പേസിന്റെ ആദ്യ വിമാനം 20 മിനിറ്റ് നേരം വിക്ടോറിയൻ ആകാശത്ത് പ്രകമ്പനമുണ്ടാക്കി. ഒരു പൈലറ്റ് മാത്രം പറപ്പിക്കാൻ വേണ്ടുന്ന GA-10 വിമാനത്തിന് 9 യാത്രക്കാരെ വഹിച്ച് മണിക്കൂറിൽ 167 മൈൽ വരെ വേഗത്തിൽ പറക്കാൻ സാധിക്കുമായിരുന്നു. മുൻ മോഡലായ GA-8 പിസ്റ്റൺ എഞ്ചിന് പകരം ജെറ്റ് A1 ടർബോപ്രോപ്പ് എഞ്ചിനാണ് മഹീന്ദ്ര തങ്ങളുടെ GA-10 എയർ 1 വിമാനത്തിൽ ഘടിപ്പിച്ചത്. തങ്ങളുടെ ആദ്യ വിമാനം ആകാശം തൊട്ട ദിവസം ആനന്ദ് മഹീന്ദ്ര ആഘോഷിച്ചു. എത്രയും വേഗം സർട്ടിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി. 2015 ഓസ്ട്രേലിയൻ സിവിൽ ഏവിയേഷൻ സേഫ്റ്റി അതോറിറ്റിയുടെ സർട്ടിഫിക്കേഷൻ നേടിയെടുക്കാനായിരുന്നു മഹീന്ദ്രയുടെ നീക്കം. എന്നാൽ ഹാങ്ങറിൽ കാര്യങ്ങൾ കുഴഞ്ഞു മറിയുകയായിരുന്നു. പ്രൊഡക്ഷൻ മോഡൽ പല കാരണങ്ങളാൽ വൈകി. ഒടുവിൽ സർട്ടിഫിക്കേഷൻ ലഭിച്ചത് 2017 മെയ് 19 മാത്രം. പരീക്ഷണ പറക്കൽ കഴിഞ്ഞ് കൃത്യം 5 കൊല്ലത്തിന് ശേഷം. ആ വർഷം തന്നെ അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ സർട്ടിഫിക്കേഷനും GA-10 ലഭിച്ചു. മഹീന്ദ്ര ആകെ ഒന്ന്
ഉഷാറായി. എന്നാൽ ശനിദശ G10 വിട്ടൊഴിഞ്ഞിരുന്നില്ല. 2018 ജൂൺ 4 അമേരിക്കയിൽ കാലിഫോർണിയയിൽ നടത്തിയ പരീക്ഷണ പറക്കലിനിടെ മൊഹാവി മരുഭൂമിയിൽ G10 വിമാനം തകർന്നു വീണു. മൊഹാവി എയർ ആൻഡ് സ്പേസ് സ്പോട്ടിലെ നാഷണൽ പൈലറ്റ് സ്കൂളിൽ നിന്നുള്ള 2 പൈലറ്റുമാരും പാരഷൂട്ട് ഉപയോഗിച്ച് സുരക്ഷിതമായി താഴെയെത്തിയെങ്കിലും G10 ഗ്രാഫ് ഏറെ താഴേക്ക് പോയിരുന്നു. അങ്ങനെ തകർന്നും തളർന്നും പോകുന്നയാളല്ല ഇന്ത്യൻ റിച്ചാർഡ് ബ്രാൻസനായ ആനന്ദ് മഹീന്ദ്ര. അദ്ദേഹം G10 ശേഷിയും സുരക്ഷയും വർദ്ധിപ്പിക്കാനുള്ള റിസർച്ചിൽ മുഴുകി. അത് ഫലം കണ്ടു. 2018 G10 ആദ്യ ഓർഡർ ലഭിച്ചു. ആഫ്രിക്കയിൽ ബോട്സ്വാനയിലെ മേജർ ബ്ലൂ എയർലൈനാണ് $1.7 മില്യൺ നൽകി G10 ബുക്ക് ചെയ്തത്. എന്നാൽ ഓസ്ട്രേലിയയിൽ മഹീന്ദ്രയ്ക്ക് ഒന്നിനു പിറകെ ഒന്നായി പാരകൾ വന്നുകൊണ്ടിരുന്നു. സുരക്ഷയും പറക്കൽ ശേഷിയും സംബന്ധിച്ച് ഓസ്ട്രേലിയൻ ഗവൺമെന്റുമായി നിരന്തര തർക്കങ്ങൾ. 2020 ജിപ്സ് എയ്റോയുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ സർക്കാർ ഉത്തരവിടം വരെ എത്തി. മനസ്സുമെടുത്ത് ആനന്ദ് മഹീന്ദ്ര ജിപ്സ് എയ്റോ വിറ്റൊഴിഞ്ഞു. 2023 നവംബറിൽ ജിപ്സ് എയ്റോ അതിന്റെ സ്ഥാപകന്റെ ചെറുമകനായ ജോർജ് മോർഗന് കിട്ടിയ കാശിനെ വിറ്റ് ആനന്ദ് മഹീന്ദ്ര തലവേദന തീർത്തു. അത് മഹീന്ദ്രയ്ക്ക് ഒരു പാഠമായിരുന്നു. ഇന്ത്യക്കാർക്ക് വേണ്ടി ഇന്ത്യൻ വിമാനം ഉണ്ടാക്കേണ്ടത് ഇന്ത്യയിൽ തന്നെ വേണമെന്ന പാഠം. ജിപ്സ്ലൻഡ് ഏവിയേഷൻ കമ്പനി വാങ്ങുന്നതിനൊപ്പം 2 കമ്പനികളെ കൂടി ഓസ്ട്രേലിയയിൽ നിന്നും മഹീന്ദ്ര പർച്ചേസ് ചെയ്തിരുന്നു. 2009 എയർക്രാഫ്റ്റ് കമ്പോണന്റ്സ് നിർമ്മിക്കുന്ന എയ്റോസ്റ്റാഫ് ഓസ്ട്രേലിയയിലെ 75.1% ഓഹരികളും 2010 ബോയിങ് ഓസ്ട്രേലിയൻ യൂണിറ്റിന്റെ 100% ഓഹരികളും മഹീന്ദ്ര സ്വന്തമാക്കി. ജിപ്സ് എയ്റോയിലെ പരാജയപ്പെട്ട ഉദ്യമം നടക്കുന്നതിനിടയിൽ തന്നെ ഈ 2 കമ്പനികളും മഹീന്ദ്ര വളർത്തിയെടുത്തു. 2013 ബംഗളൂരുവിലെ നർസപുര വ്യവസായ മേഖലയിൽ ഇന്ത്യൻ പ്ലാന്റ് മഹീന്ദ്ര തുടങ്ങുന്നത് ഈ 2 കമ്പനികളുടെയും ടെക്നോളജി സംയോജിപ്പിച്ചാണ്. ഇന്ത്യയിൽ ശ്രദ്ധയോടെയാണ് മഹീന്ദ്ര തുടങ്ങിയത്. നേരിട്ട് എയർക്രാഫ്റ്റ് നിർമ്മാണത്തിലേക്ക് കടക്കുന്നതിന് പകരം സ്പെയർ പാർട്സുകളും കമ്പോണന്റ്സും നിർമ്മിക്കാനാണ് മഹീന്ദ്ര മുൻതൂക്കം നൽകിയത്. ആദ്യ വർഷങ്ങളിൽ തന്നെ ബോയിങ്, ഡസാൾട്ട് ഏവിയേഷൻ, ഫോക്കർ ജെറ്റ്, GE എയ്റോസ്പേസ്, സാബ്, സ്പിരിറ്റ് എയ്റോ സിസ്റ്റംസ് തുടങ്ങിയ എണ്ണം പറഞ്ഞ കമ്പനികളുമായി മഹീന്ദ്ര കരാറിലെത്തി. GE എയ്റോസ്പേസ് എഞ്ചിന്റെ ലീഫ് ഫോർജ് ചെയ്ത് നൽകുന്ന അതിസങ്കീർണമായ കരാർ വരെ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലായാണ് കഴിഞ്ഞ ദിവസം എയർബസുമായുള്ള കരാർ ഒപ്പിടൽ. എയർബസിന്റെ പുതിയ നിയോ വിമാനങ്ങളുടെ കാർഗോ ഡോർ നിർമ്മിക്കുന്നത് മുതൽ നാവിഗേഷൻ കോക്പിറ്റിന്റെ ക്യാബിനറ്റ് നിർമ്മാണം വരെ നീളുന്ന വിപുലമായ കരാറാണിത്. അങ്ങനെ എയർക്രാഫ്റ്റ് പാർട്സ് കച്ചവടം തകൃതിയായി നടക്കുന്നതിനിടയിലും ഇന്ത്യയിൽ പ്രൈവറ്റ് സെക്ടറിലെ ആദ്യ വിമാനം നിർമ്മിക്കുകയെന്ന മോഹം ആനന്ദ് മഹീന്ദ്ര മുന്നോട്ട് കൊണ്ടുപോയി. അതിന് മികച്ചൊരു പാർട്ണർ മഹീന്ദ്രയ്ക്ക് വേണമായിരുന്നു. അത് ലഭിക്കുകയും ചെയ്തു. നാഷണൽ എയ്റോസ്പേസ് ലാബോറട്ടറീസ്. അക്കാലം ഇന്ത്യക്ക് സ്വന്തമായി ജെറ്റ് വിമാനം ഉണ്ടാക്കുന്നതിനുള്ള പ്രോട്ടോടൈപ്പിംഗ് നടത്തുകയായിരുന്നു NAL. സ്വകാര്യ പങ്കാളിത്തത്തോടെ പൂർണ്ണമായും ഇന്ത്യയിൽ ഡിസൈൻ ചെയ്ത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന യാത്രാ വിമാനം നിർമ്മിക്കാൻ NALും മഹീന്ദ്രയും കരാർ ഒപ്പിട്ടു. NAL NM5 എന്നായിരുന്നു 5 പേർക്ക് സഞ്ചരിക്കാവുന്ന ഈ സിംഗിൾ ലൈക്കോമിംഗ് എഞ്ചിൻ വിമാനത്തിന് പേരിട്ടത്. നിർമ്മാണത്തിന്റെ മോൾഡിംഗ്, ഫോർജിംഗ് തുടങ്ങി മെറ്റലർജിയിലും പ്രിസിഷൻ എഞ്ചിനീയറിംഗിലുമുള്ള എല്ലാ സംഭാവനയും മഹീന്ദ്രയുടേതായിരുന്നു. 2011 സെപ്റ്റംബർ 1 ഓസ്ട്രേലിയയിലെ ജിപ്സ് എയ്റോഫ്ലൈറ്റ് ടെസ്റ്റിംഗ് ഫെസിലിറ്റിയിൽ NAL NM5 പരീക്ഷണ പറക്കൽ നടത്തി. ഇന്ത്യയിൽ ആദ്യമായി പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൽ നിർമ്മിച്ച വിമാനം 22 മിനിറ്റ് നേരം വിജയകരമായി പറന്നു. ഇപ്പോഴും NM5ന്റെ സമ്പൂർണ്ണ പ്രൊഡക്ഷൻ മോഡൽ വിപണിയിൽ ലഭ്യമായിട്ടില്ല. ഒരു ഫെറാരി കാറിന്റെ വിലയിലും താഴെ 1.8 കോടി രൂപയാണ് ഒരു വിമാനത്തിന്റെ വിലയായി മഹീന്ദ്ര കണക്കാക്കിയതെങ്കിലും ആകെ ഒരു വിമാനം മാത്രമാണ് ഇതുവരെ വിറ്റുപോയത്. യൂറോപ്പിലെ ഒരു ഫ്ലൈയിങ് ക്ലബ്ബാണ് ഈ വിമാനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. 16 വർഷം മുമ്പ് ആരംഭിച്ച തന്റെ വിമാന കമ്പനി ടേക്ക് ഓഫ് ചെയ്യിക്കാൻ ആനന്ദ് മഹീന്ദ്രയ്ക്ക് സാധിച്ചു. 2 വിമാന ദൗത്യങ്ങൾ എങ്ങുമെത്തിയില്ലെങ്കിലും ഇന്ത്യയിൽ പൂർണ്ണ സജ്ജമായൊരു വിമാനം നിർമ്മിക്കുന്നതിനുള്ള പണിപ്പുരയിൽ തന്നെയാണ് മഹീന്ദ്ര എയ്റോസ്പേസ്. ഇതിനായി അടുത്ത 5 വർഷത്തിനുള്ളിൽ $2 ബില്യൺ അവർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് മുടക്കും. മഹീന്ദ്രയ്ക്ക് ആ വിമാനം പറത്താനായാൽ ഇന്ത്യക്കും പറക്കാം. ഒരു മേക്ക് ഇൻ ഇന്ത്യ വിമാനം കൂടി ആകാശത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ബിനീഷ് അരവിന്ദൻ ഇത്ര നേരം ഒപ്പമായിരുന്നതിന് നന്ദി.